PSC പഠിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് തുറന്നു. സർവേ ഓഫ് ഇന്ത്യയുടെ തലസ്ഥാനം HQ എന്ന് പറയുന്നത് ഡെറാഡൂൺ. ആഹാ, നല്ല സ്ഥലമായിരിക്കും, ഒന്ന് ടൂറ് പോയാൽ പൊളിക്കും. ടൂറിൻ്റെ കാര്യം ആലോചിച്ചപ്പോഴാണ് കഴിഞ്ഞ മാസം മൂന്നാറ് ട്രിപ്പ് പോയത് അടിപൊളിയായിരുന്നു. പക്ഷെ മൂന്നാറ് ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ എന്തൊക്കെ വഴക്കാ പറഞ്ഞേ. എനിക്കൊരു ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് ഈ വഴക്കൊക്കെ കിട്ടുന്നത്. അമ്മേനെ പറ്റി ആലോചിച്ചപ്പോഴാണ് ഇന്ന് ഉച്ചയ്ക്ക് അമ്മ മീൻകറി വെച്ചിട്ടുണ്ടാവോ? അയ്യോ, ഇന്നലെ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞ കുരുമുളക് വാങ്ങിക്കൊടുത്തല്ലോ. ഇങ്ങനെ പഠിക്കാതിരിക്കുമ്പോൾ തോട്ട്സ് ഇങ്ങനെ പോണൊരു പോക്കുണ്ടല്ലോ. ഇതിനെ പച്ച മലയാളത്തിൽ ദിവാസ്വപ്നം കാണുക എന്ന് പറയും. ചിലർക്കൊക്കെ ഇത് വളരെ ഭയങ്കര പ്രശ്നമാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറുപ്പത്തിൽ 1-ാം ക്ലാസ്സിൽ ടീച്ചർ ആ ഇ എന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ ഈ ദിവാസ്വപ്നം കാണുന്ന സ്വഭാവം ഉണ്ടാവും. ഒരു കോപ്പിംഗ് മെക്കാനിസം ആണ്. ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനസ്സിന്റെ ഒരു കോപ്പിംഗ് മെക്കാനിസം ആണ് ഇങ്ങനെ പകൽക്കിനാവ് കാണുന്ന പരിപാടി. അതിങ്ങനെ കൂടി 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 വന്ന് ഇപ്പൊ ഈ ഒരു 25-30 ഏജിലൊക്കെ എത്തുമ്പോൾ അൺകൺട്രോളബിൾ ആയിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കേണ്ടത് സീരിയസ് ആയി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരാൾക്ക് ഇത്തരം ഒരു ശീലം പെട്ടെന്ന് നിർത്താന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? നമ്മളുടെ ഈ ദിവാസ്വപ്നങ്ങളിൽ കുറച്ച് കൺട്രോൾ നമ്മൾ എടുക്കുക. എങ്ങനെയാണ്? സുഖകരമായ കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ ദിവാസ്വപ്നം കാണാനായിട്ട് ഇഷ്ടപ്പെടുക. അപ്പം നിങ്ങൾക്ക് LSG സെക്രട്ടറി ജോലി കിട്ടി. അപ്പോൾ നിങ്ങളെ പണ്ട് കളിയാക്കിയിട്ടുള്ളവരൊക്കെ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചമഷിയിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഒരു KS ഉദ്യോഗസ്ഥനൊക്കെ ആയിട്ട് വലിയൊരു പൊസിഷനിലിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സബോർഡിനേറ്റ്സ് വന്നിട്ട് സർ, മാം, ഈ കാര്യം ചെയ്യട്ടെ, അങ്ങനെ ചെയ്യട്ടെ, ഇത്തരം കാര്യങ്ങൾ ദിവാസ്വപ്നത്തിലേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയ കാര്യം ആദ്യം തന്നെ അമ്മയെയോ അച്ഛനെയോ കാമുകനെയോ ഒക്കെ വിളിച്ച് പറയുന്ന കാര്യം ഒന്ന് സ്വപ്നം കൊണ്ടുവരാം. ഓക്കെ, ഇതൊക്കെ വളരെ വിവിഡായിട്ട് കാണാൻ തന്നെ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും കൂടിയുള്ള മോട്ടിവേഷൻ ഇതിൻ്റെ ഒപ്പം വരും. പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ഈ മോട്ടിവേഷൻ ലഭിക്കുന്നത് കൂടി കഴിയുമ്പോൾ ദിവാസ്വപ്നം കാണുന്നതിൻ്റെ അളവ് നിങ്ങൾ കുറയ്ക്കും. ബിക്കോസ് നിങ്ങൾക്ക് പഠിക്കുന്നത് ഇത്തരത്തിൽ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.